എനിക്ക് ഒരു പക്ഷേ CAB കൂടെ എനിക്ക് തരണം. അതും കൂടെ എനിക്ക് ഏതാണ് വായിക്കേണ്ടത്? Clause 2. Provided that any person belonging to Hindu, Sikh, Buddhist, Jain, Parsi or Christian community from Afghanistan, Bangladesh or Pakistan. മതി, ഇനഫ്. ബാക്കി ഇവിടെ ഈ ക്ലോസിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കാനുള്ള കാരണം അതാണല്ലോ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ആ കാരണമാണ് ഇത്രയും നേരം ലോജിക്കലി ആൻഡ് റീസണബിളി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പറയാം, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. CAB ആ ബില്ല് സൈൻ ചെയ്ത് പ്രസിഡൻഷ്യൽ അസന്റ് കിട്ടുമ്പോഴാണല്ലോ ഇത് പേപ്പറിൽ അടിച്ച് ആക്ട് ആയി വരുന്നത്. CAB-യിൽ ആണ് 100%. 100%. CAB-യിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഉണ്ട്. അത് ആക്ടിലില്ല. അതിൽ വ്യക്തമായിട്ട് അതിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് പാർലമെന്റ് പാസാക്കിയ രേഖയാണോ രാഷ്ട്രപതി കാണുക, അതോ പാർലമെന്റിൽ വെക്കുന്ന ബില്ലാണോ കാണുക? അല്ല, പാർലമെന്റ് അമെന്റ്മെന്റ് ആണ് കാണുക. ഞാൻ പറയുന്നത്